నేను హాస్పిటల్ నుంచి కళ్ళపోయాను. లోయల నుండి మీరు తప్పించుకునే ముందుగా మీరు లోయల గురించి కాస్త తెలుసుకోవాలి. ఈ లోయ 1400 చదరపు లోయ, 600 అంగుళం బ్రెత్. ఇందులో ఎక్కువేమీ లేదు. 100లో ఒక్క బండి కింద పడుతూ ఉంటుంది. తప్పించుకుంటామా? లేదు, ఆ 100లో ఒక్క బండి మన బండే. ఈ కారు చాలా క్రేజీగా ఉంది. ఇప్పుడు బ్రేక్ కూడా ఫెయిల్యూర్ అయిపోయింది. మనం ఎలా తప్పించుకుంటాము?
இவங்க பேபி அக்கா வீட்டுல இருக்கிறது சரி. இங்க பாருங்க, இவங்க எல்லாம் சின்னதா இருக்காங்க. பேபி அக்காவுக்கு குழந்தைங்க இருக்காங்கல்ல, அதனால அவங்களுக்கு தெரியும் குழந்தைங்களை எப்படி சமாளிக்கணும்னு. சின்ன குழந்தைங்கம்மா, ஏதோ ஏனோமா அடிபட்டு பிடிக்க ఇక్కడ ఏ ఈవెంట్ జరిగేటట్టే కనిపించడం లేదు. ఏంటి అనుమానమా? మీరేగా ఫటాఫట్కి తీసుకెళ్ళమని చెప్పారు, అదే ఫటాఫట్కి తీసుకొచ్చాను. అలా చూడండి. పిల్లల్లోనూ మనుషుల్లోనూ చాలా మంది దద్దమ్మలు చూశాను. ఈ రోజు ఈ జీపీఎస్ లో కూడా చూశాను. ఇది నిజంగానే టూ మచ్ అయిపోయింది. అరే టూ మచ్ అన్న వెంటనే మా నాన్నకి నాన్న మా తాతయ్య ఉన్నారుగా, ఆయనే చేస్తారు. ఎప్పుడు అడిగినా సరే నీళ్ళు ఇచ్చేవారు. ఇందులో ఏమి టూ మచ్ ఉందమ్మా? నేను గ్లాస్ లో అడుగుతానా, ఆయన బకెట్ లో ఇచ్చేవారు. అయ్యిందిగా టూ మచ్. అంతగా బాడీలో నీరు చేరింది. ఒకే తుమ్ములో 2 స్కూటర్ ని వాష్ చేసేస్తాను. ఇలా చూడు, నువ్వు ఎక్కువ చేస్తున్నావు. ఈ కార్ని భుజాల మీద తీసుకెళ్తాం తప్ప ఈ కారులో మాత్రం మేము ప్రయాణం చేయం. దీన్ని ఇప్పుడే ఆపేస్తాను. బన్నీ, ఇప్పుడు నువ్వు ఏం చేసావు? ఈ రోజు బండిని లాంచ్ చేయాలి తమ్ముడు, జోర్దార్ని కాదు. దీనికి బదులుగా నేను ఎగురుకుంటూ వచ్చుండేవాడి. నువ్వు ఇప్పుడు కూడా ఎగిరి లోపలికి రావచ్చు పోపట్. దద్దమ్మలు చేసే పని చెయ్యొద్దు, ఎందుకంటే నేనే దద్దమ్మనే. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. കുട്ടിയെ ഞങ്ങൾ രക്ഷിച്ചല്ലോ, പിന്നെന്തിനാ ഈ കിടന്ന് കരയുന്നേ? എന്റെ രണ്ടാമത്തെ മോൻ. ഐഡിയ. താങ്ക് യു. കണ്ടില്ലേ വെല്ലുവിളിയാ, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ചില സമയത്ത് മറ്റുള്ളവർക്ക് സഹായമാകും. ഇപ്പൊ മനസ്സിലായി. അതായത് നമ്മുടെ വീട്ടിലെ വെള്ളത്തിന്റെ പ്രശ്നം ഇവർക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻ ആണോ? ജിലേബി കടക്കാൻ ജിലേബി തുപ്പിയിട്ടിട്ട് അത് കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. വേണമെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കാം. യാ. ഒരുപാട് നന്ദിയുണ്ട് സാർ. അയ്യോ സാറല്ല, ഞാൻ ഹണിയാണ്. ഈ കള്ളനെ പിടിക്കാൻ സഹായിച്ചതിന് ന്യൂസിൽ ഞാൻ നിങ്ങളെ പ്രശംസിച്ച് പറയൂ.
ಅದೇ ನಿಲ್ಲಪ್ಪ, ಲೇಟ್ ಆಗಿದೆ. சித்தி அட சோதர கண்ணா, நீயா? எவ்வளவு சித்தி நான் చాలా நல்லா இருக்கேன் கண்ணா. జోర్దారోட తమ్ముడు. జోర్దార్ నా చూస్తాను చాలా లేట్ అవుతుంది. నేను బయలుదేరన్నా. ஏன் சித்தி என்னாச்சு? జోర్దార్ உங்க சின்னம்மா நானக்கு ஒரு முடியல அவரை எப்படி చూడాలి. அதனால அவங்க சித்தி விட்டு போய் இவங்க வெளியிடக்காக போயிட்டு இருக்காங்க. ரொம்ப லேட் ஆயிடுச்சு. சின்ன குழந்தைகளா இருக்காங்கல்ல, இவங்க ஹாஸ்பிட்டலுக்கு கூட்டிட்டு வர முடியாது. சித்தியோட பொண்ணு கூட நிறைய பசங்க இருக்காங்க. இவங்கள அவங்க நல்லா பார்த்துப்பாங்க. ഞങ്ങളുടെ വീട്ടിനകത്ത് കയറിയിട്ട് നീ എന്തിനാ വരുമെന്ന് പറയുന്നത്? ഞങ്ങളല്ലേ വരുമെന്ന് പറയണ്ടേ? ഞാൻ വാവൂന്നാണ് പറഞ്ഞത്. നീ ശരിക്കും തമാശക്കാരനാ. താങ്ക് യു. അല്ല, നീ ഇവിടെ എന്ത് ചെയ്യുവാണ്? ഞാനൊരു പ്രത്യേക കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ ആരും അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. നീ ഇനി 2 കൊമ്പുള്ള പൂച്ച എങ്ങനെ കണ്ടുപിടിച്ചോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. എന്റെ കണ്ടുപിടുത്തം ദാ ഇതാണ്. അയ്യോ, അബദ്ധത്തിൽ എന്റെ കളിപ്പാട്ടമാണ് പുറത്തേക്ക് വന്നത്. എന്റെ കണ്ടുപിടുത്തം ദാ ഇതാണ്. മുടി വളർത്തുന്ന എണ്ണ. കൊള്ളാം. നീ എന്തായാലും മുടി വളർത്തുന്ന എണ്ണ ഇപ്പൊ കണ്ടുപിടിച്ചത് വളരെ നന്നായി. കാരണം എന്താന്ന് വെച്ചാലേ, ഞാൻ ഇതിനു മുമ്പ് മുടി വളരാൻ വേണ്ടി പല്ല് തേക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചോണ്ടിരുന്നത്. കർത്ത എല്ലാടെ സുഹൃത്ത, ഇതിനെ നീ വില കുറച്ച് കാണേണ്ട ഹണി. ഈ എണ്ണ മുടിയിൽ തേച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിളക്കമുള്ളതായും മൃദുവായും മാറും. നിങ്ങളുടെ പേസ് എങ്ങനെയാണെങ്കിലും ജനങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ കേസ്. ഫ്രണ്ട്സ് നിങ്ങളെ ചെയ്യും ചേസ്. കൂടാതെ ചോദിക്കും, എങ്ങനെ കിട്ടി നിങ്ങൾക്ക് ഇത്രയും ഭംഗിയുള്ള ഹെയർ? അതെ ചേട്ടന്മാരെ, ഒരു മിനിറ്റ് ഒന്ന് നിക്കണേ. എന്താ അത് പിന്നെ എന്റെ ചവറടിക്കുന്ന ചൂല് കാണുന്നില്ല. അത് കണ്ടുപിടിക്കാനായി എന്നെ ഒന്ന് സഹായിക്കാമോ? ചേട്ടൻ പോയി ആ ഭാഗത്ത് നോക്ക്. ചേട്ടൻ പോയി ആ മൂലയ്ക്ക് നോക്ക്. അങ്ങനെ ആ പണിയും തീർന്നു കിട്ടി. തീർന്നെന്നല്ല, കാണാനില്ല നിങ്ങളുടെ ചൂല്. എന്റെ ജോലിയെല്ലാം തീർന്നെന്നാ ഞാൻ പറഞ്ഞേ. നിങ്ങളുടെ ഈ മുടി ചൂല് പോലെ എന്റെ ജോലി എല്ലാം ചെയ്തു തീർത്തു. മാത്രമല്ല സമയവും ലാഭിക്കാൻ പറ്റി. ഇനി ഞാൻ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണും. ബൈ. അതെ, ഒന്ന് കരച്ചിൽ നിർത്ത്. നിക്ക്, ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കാം. എനിക്ക് വേണം. നോ പ്രോബ്ലം. ഇന്നാ പിടിച്ചോ. ആരെങ്കിലും ചോദിച്ചു സ്കിപ്പിംഗ് റോപ്പ് ഹണിയാണ് തന്നതെന്ന് പറഞ്ഞാ മതി. എനിക്കൊരെണ്ണം തരാമോ? എനിക്കും കൂടെ വേണം. എന്നാ പിടിച്ചോ. ഇതാ നിനക്കുള്ളത്. നീ ഇത്രയും മുടി കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? ഈ മുടി കൊണ്ട് ഞങ്ങൾ പട്ടം പറത്താൻ പോവാ. ഇതെല്ലാം കൂട്ടിക്കെട്ടി ഞങ്ങൾ റോൾ ഉണ്ടാക്കും. പിന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് പട്ടം കെട്ടിവെക്കാൻ വേണ്ടിയാണ്. എനിക്ക് 30 കൂട്ടുകാർ വേറെയുമുണ്ട്. അവർക്കും പട്ടം പറപ്പിക്കാൻ ഭയങ്കര ഇഷ്ടാ. 30 കൂട്ടുകാരോ? ചെണ്ടു, ബെണ്ടു, ബബ്ലു, ഡബ്ലു, ഗോലു, ബാലു. നിങ്ങൾക്ക് എത്ര മുടി വേണമെങ്കിലും ദാ ഇവിടെ നിന്ന് പഠിച്ചോണ്ട് പൊക്കോ. కొంచెం మెల్లగా పోనీ. చూడండి, స్పీడ్ ని ఇప్పుడు తగ్గించలేం. ఎందుకంటే ఈ కారు పేరు పెస్లా. నేనే డిసైడ్ చేశా. ఐ లవ్ స్పీడ్.
ఇదిగో మనం వచ్చేసాం. మన ఈవెంట్ వచ్చి చేరుకున్నాం. ఈవెంట్ కాదు, ఐస్ క్రీమ్ షాప్ కు వచ్చాం. ఎందుకంటే ఈ కారు పెస్లా ఐస్ క్రీమ్ తినాలని నేను డిసైడ్ అయ్యాను. గుల్లు, ఈ రోజు ఈ కార్ ఇనాగ్రేషన్. కార్ ఏమో మన దగ్గర ఉండిపోయింది. మనం టైం కి వెళ్ళలేదంటే పింకుకి కోపం వస్తుంది. త్వరగా తీసుకెళ్ళు. సరే అయితే త్వరగా వెళ్దాం. ఓరి దేవుడా, నీ ఫేస్ కట్ ఇప్పుడు చాలా బాగుంది జోర్దార్. ఎక్కడ కట్ చేయించుకున్నావు? చాలు. ఫేస్ కటింగ్ ఎక్కడ చేసావో నాకు కూడా తెలిసిపోయింది. അയ്യോ കർത്താവ് കാണാൻ പറ്റുന്നില്ല. ഇതിന് മുമ്പുള്ള കസ്റ്റമറിന് ഈ ഓയിൽ കൊടുത്തപ്പോ ഇങ്ങനെയാണോ സംഭവിച്ചത്? ഓ, നിങ്ങളെന്റെ ആദ്യത്തെ കസ്റ്റമർ ആണ്. എന്താ